ഓവുചാൽ വൃത്തിയാക്കുന്നതിനിടെ ഷോക്കേൽക്കാതെ തൊഴിലാളികൾ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട്. വടകര 110 സബ്സ്റ്റേഷൻ ഭാഗത്ത് NC കനാൽ പരിസരത്തെ ഓവുചാൽ വൃത്തിയാക്കുന്നതിനിടെയാണ് സംഭവം. മഴക്കാലത്ത് എപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്ന ഇവിടെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാവുകയും ദിവസങ്ങളോളം വെള്ളം ഒഴുകിപ്പോവാതെ ഗതാഗതം തടസ്സപ്പെടുന്നതുൾപ്പെടെ പ്രയാസമുണ്ടാവുമായിരുന്നു. ഓവുചാലിൽ മണ്ണ് നിറഞ്ഞതാണ് വെള്ളം ഒഴുകിപ്പോവാത്തതിന് കാരണം. ഇതേ തുടർന്ന് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തൊഴിലാളികൾ മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെയാണ് ഉയർന്ന അളവിൽ വൈദ്യുതി കടന്നുപോകുന്ന 11 kV ലൈനിൽ തട്ടിയത്. 1.5 മീറ്ററോളം താഴ്ചയിൽ കുഴിച്ചിടേണ്ട ഈ ഭൂഗർഭ ലൈൻ അല്പം പോലും ആഴമില്ലാത്ത തരത്തിലാണ് ഇവിടെയുള്ളത്. ഇത് പ്രതീക്ഷിക്കാതെയാണ് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നത്. മണ്ണുമാന്തി യന്ത്രം ഇതിൽ തട്ടിയപ്പോൾ വൈദ്യുതി പ്രവഹിച്ചിരുന്നുവെങ്കിൽ 3ഓളം തൊഴിലാളികളുടെ ജീവന് അപകടം സംഭവിക്കുമായിരുന്നു. തുടർന്ന് ഇതുവഴിയുള്ള വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്തിയ ശേഷമാണ് ജോലി തുടർന്നത്. വിവരമറിഞ്ഞ് KCB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. PWDയിൽ നിന്നും 1 വർഷത്തേക്ക് റണ്ണിംഗ് കോൺട്രാക്ട് എടുത്ത കമ്പനിയാണ് ഇവിടെ പ്രവൃത്തി നടത്തുന്നത്. റോഡ് കുഴിയടക്കൽ, മരം മുറിക്കൽ, ഓവുചാൽ ശുചീകരണം എന്നിവ ഇവരുടെ ചുമതലയാണ്. വാർഡ് കൗൺസിലർ ശശീന്ദ്രനും സ്ഥലത്തുണ്ടായിരുന്നു. 110 താഴെ അക്വത്ത് നടകളിലാണ് നടക്കുന്നത്. മഴക്കാല ശുചീകരണത്തിനായി ഓവുചാല് ക്ലീനാക്കുന്ന സമയത്ത് അതിശക്തമായ കേബിളാണ് ഇതിൽ തന്നെ പോയിരിക്കുന്നത്. ഈ കേബിൾ ഇത്തിരി മേലെ 1.5 അടി താഴെ പോകേണ്ട കേബിളാണ്. മേലെ തന്നെയാണ് കേബിൾ പോയിട്ടുള്ളത്. JCBയുടെ ഡ്രൈവർ രക്ഷപ്പെട്ടതാണ്. ഷോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ അപകടം സംഭവിക്കേണ്ടതാണ്. എല്ലാവരുടെ ഭാഗ്യം കൊണ്ടാണ് ഇന്ന് JCB ഡ്രൈവർ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഇത്തരം പരിപാടി, ഇത്തരം കേബിളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നല്ല നിലയ്ക്ക് തന്നെ കൊണ്ടുപോകണമെന്നാണ് അവർക്ക് പറയാനുള്ളത്. Parco Gold and Diamonds,